ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ കേട്ടിട്ട് ഒത്തിരി ദിവസമായല്ലേ. എനിക്ക് പനിയടിച്ചു, ഒട്ടും വയ്യാതെ അങ്ങായി. 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയി, ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മരുന്ന് കഴിച്ചു, ഡപ്പായി പോയി, ഒട്ടും വയ്യാതെ അങ്ങായിപ്പോയി. ഇപ്പോഴത്തെ പനി വന്നാലുള്ള അവസ്ഥ നമുക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടോടെ പനി, പല ജാതി പനിയാണ്. അത് വന്നനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അത്രയ്ക്ക് ഇതായിട്ടുള്ള ഒരിതാണ്. പറഞ്ഞ് കാര്യം ഇതാക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ഇന്നലെ വെള്ളം ഒന്ന് കുളിച്ചു, വെള്ളം ഇതാക്കി കുളിച്ചു. പക്ഷെ കുളിച്ചെങ്കിലും എനിക്ക് എൻ്റെ മുടിയൊക്കെ അത്ര ഒരു ഇതായതുകൊണ്ട് മാത്രം ഞാൻ കുളിച്ചതാണ്. നല്ല ഇതായിട്ടില്ല. എൻ്റെ നല്ല ചുമയും ശ്വാസം മുട്ടുമാണ്. ഒന്നാമത് ഭയങ്കര തണുപ്പ് കാലാവസ്ഥ. അതുകൊണ്ട് ഒട്ടും നല്ല ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ നെഞ്ചിനകത്തുള്ള ശ്വാസം മുട്ടും എല്ലാം നല്ലതുപോലെ ഉണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അല്ലാതെ എന്തോ ചെയ്യാൻ പറ്റും. ഭയങ്കര തണുപ്പും തണുത്ത കാലാവസ്ഥയെല്ലാമാണ്. അപ്പം ഞാനിന്ന് കിച്ചണിലോട്ട് വന്നതാണ്. അപ്പം നമുക്ക് ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക്, മിനിയാന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക്, നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അണ്ണൻ, നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയ സമയത്തിന് അണ്ണൻ എന്നും കിഴക്കൻ ഭാഗത്ത് ചന്തയിൽ പോകും. അങ്ങനെ വൈകിട്ട് നല്ല മീൻ കിട്ടും. അങ്ങനെ അണ്ണൻ വാങ്ങാൻ പോയപ്പോൾ നമുക്ക് കൂടി നല്ല മീൻ വാങ്ങിക്കൊണ്ട് വന്നു. ഇത് നല്ല പച്ച ചൂരക്കുട്ടിയാണ്. അപ്പം ഇന്നതേ ഇതിട്ടൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു കിച്ചൺ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ്. ഈ കണ്ടു, നല്ല സൂപ്പർ മീനാണ്. ഇങ്ങനത്തെ മീനൊക്കെ കണ്ടിട്ട് ഇപ്പം കടൽ തുറന്ന് അതിൻ്റെ ഇതൊക്കെ മാറി. ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയിട്ട് ഒത്തിരി നാളാവും. അപ്പം അത് ഒന്ന് കണ്ടിച്ച് റെഡിയാക്കി എടുക്കണം. നിങ്ങളെല്ലാം സംസാരിക്കുന്നതിന് തന്നെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. അപ്പം എന്തായാലും ഒരു വല്ലാത്ത കാലാവസ്ഥയും വല്ലാത്തൊരവസ്ഥയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ പറയാനാ, ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് വയ്യാതെ വന്നാൽ നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അത് എങ്ങനെ ഉണ്ടെന്നോ ഒക്കെ ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ നമ്മളുള്ള പരുവത്തിലൊക്കെ കഴിഞ്ഞു കൂടുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് മീനൊക്കെ കട്ട് ചെയ്തൊന്ന് പറ്റുന്ന രീതിക്ക് ഞാൻ മോളോട് പറഞ്ഞു, ഇന്ന് ഞാൻ തന്നെ മീൻ വയ്ക്കാമെന്ന്. എനിക്കൊരു ചെറിയ വീഡിയോയും പിടിക്കാമല്ലോ. അപ്പോൾ മോളിഞ്ഞ് അക്കരയിൽ നിന്ന് വന്നതിന് ശേഷം അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് വയ്യാത്തതുകൊണ്ട് അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ മോൻ രാവിലെ പഠിക്കാൻ പോയി. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് റെഡിയായിട്ട് എടുക്കട്ടെ. കറണ്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മഴയൊക്കെ ഇത്തിരി തോന്നി നിൽക്കുന്നുണ്ട്. മെനിയാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ തോരാത്ത മഴയായിരുന്നു. അപ്പം എല്ലായിടവും വയ്യാത്ത ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും മനുഷ്യന് വല്ലാത്ത ഒരു മാനസിക ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും മനസ്സിനും എല്ലാം വിഷമങ്ങൾ തന്നെയാണ്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നല്ല മനുഷ്യർക്ക് കാലമില്ല. പണ്ടുള്ളവർ പറയില്ലേ, ദുഷ്ടരെ പന പോലെ വളർത്തും, ശുദ്ധർക്ക്. അങ്ങനെ ആ ഒരിത് പണ്ടൊരു ചെല്ലുണ്ടല്ലോ. ആ ഒരിതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അറിവിലുള്ള ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് മാനസികമായി
വളരെ വളരെ വിഷമം, അതിൻ്റെ ഇതിലും നമുക്ക് വിഷമങ്ങളുണ്ട്. നമ്മുടെ ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെയാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ചാണപ്പാറ എന്ന് പറഞ്ഞ ഒരു കുഗ്രാമമായിരുന്നു. ഇപ്പോൾ ആ ഗ്രാമം ഒരു ഒത്തിരി നല്ല ഒരു അറിയപ്പെടുന്ന ചാണപ്പാറ നല്ലൊരു ഗ്രാമപ്രദേശമാണ്. ആ നാട് കുറച്ച് പേരുടെ ശ്രമഫലമായി ഇതൊരു നല്ലൊരു നാടായി മാറിയായിരുന്നു. ആ നാടിനെ തകർക്കാനും എല്ലാം കുറച്ച് പേര് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ തന്നെ ഒത്തിരി വിഷമവും സങ്കടവും തരുന്നതാണ്. പിന്നെ ഓരോ മനുഷ്യരും ചെയ്യുന്ന പ്രവൃത്തികൾ കേൾക്കുമ്പോഴും എടുക്കുമ്പോഴും അതും വിഷമമാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രഭാതവും അസ്തമയവും വന്നും പോയും, നേരം വെളുക്കുന്നു, ഇരുട്ടുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഒരു മനുഷ്യരല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപത്തിനായാലും നമ്മുടെ വീട്ടിലൊരു കാര്യം നടന്നാൽ, ഇപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടു. എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ ആരാണ് നമുക്ക് ഓടിയെത്തി സഹായിച്ചതും എടുത്തതും ഇല്ല. നമുക്ക് ഞാനായി നിന്നത് ആരാണോ നമ്മൾ നോക്കും. നമ്മുടെ വീട്ടിൽ ആരാണ് നമുക്ക് കാര്യസ്ഥരായി നിന്നതും, നമ്മുടെ വീട്ടിൽ ഇന്ന് എനിക്കൊരാപത്ത് വന്നു, ആരായിരിക്കും ഓടിയെത്തുന്നത്? നമ്മളതൊക്കെ വേണം മുന്നിൽ നോക്കാനുള്ളത്, അല്ലേ? അല്ലാതെ പണം, അത് പിന്നെ പണത്തിന് പണം തന്നെ വേണം, അതൊരറ്റത്ത്. പക്ഷേ പണമുണ്ടാക്കി നമ്മൾ വീട്ടിനകത്ത് വെച്ചിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ആളാണ് ആദ്യം വേണ്ടത്, അതും വേണം. അതുകൊണ്ട് നമ്മൾ ആരെയും പിണക്കാതെ, കൂടുതൽ തലയിൽ കയറ്റാതെ നമ്മൾ ഒരു പരുവത്തിൽ എല്ലാവരോടും സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുക. അതാണ് നമ്മളെപ്പോഴായാലും വേണ്ടത്. പിന്നെ തലയിൽ കയറാൻ വരുന്നവരെ നമ്മൾ തൂത്തടിച്ച് കളയുക. കുറച്ച് ആൾക്കാർ നമ്മളെ വിഷമപ്പെടുത്തുന്ന രീതിക്ക് പല വിഷമങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതൊന്നും നമ്മൾ വകവയ്ക്കാതെ, മൈൻഡ് ചെയ്യാതെ പോവുക. ഇന്ന് ഞാൻ കിച്ചൺ വീഡിയോ ഇടുന്നു. നമ്മുടെ ഈ ചൂരക്കുട്ടി കൊണ്ട് നല്ല ഒരു സൂപ്പർ അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിടുന്നത്, ഞാൻ പോയിട്ടുള്ള ഞാൻ K4 കെയറിൻ്റെ ഇതിന് കുറേയൊക്കെ ഇതിനൊക്കെ പോയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓരോ അനുഭവങ്ങളുടെ വീഡിയോ ആയിരിക്കും പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അപ്പം ഞാൻ ഈ മീനൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പം നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഗ്യാസ് കത്തിച്ചു.
അപ്പോൾ പാൻ ചൂടായി. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് നമ്മുടെ അടുത്താണ് എണ്ണപ്പന. അപ്പോൾ എണ്ണപ്പനയിൽ പോയി പാം ഓയിൽ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇന്നത്തെ സാധാരണക്കാർക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത രീതിക്ക് 1 കിലോ തേങ്ങ വേണമെങ്കിൽ എത്ര രൂപ വേണം, 1 കിലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ എത്ര രൂപ വേണം. നമ്മൾ പാം ഓയിൽ വാങ്ങി, അല്ലാതെ നമ്മളെ കൊണ്ട് ഒരു ദിവസം അടിച്ചു പോകാൻ പറ്റാത്ത രീതിക്കുള്ള സാധനങ്ങളുടെ വില ആണ് വന്നിരിക്കുന്നത്. എല്ലാം മൊത്തത്തിൽ അങ്ങനെ അങ്ങ് സാധനങ്ങളുടെ വില കൂടുതൽ ആ ഒരു രീതിക്ക് നമ്മളെപ്പോലുള്ളവർക്ക് കഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിക്കുള്ള വില വർധനവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കടുക് ഇട്ടു, ഉലുവ ഇട്ടു, കറിവേപ്പിടാം. ഞാൻ കറിവേപ്പ് എടുത്തുകൊണ്ട് വന്നില്ല, കറിവേപ്പിടാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടു. ഇനി തക്കാളി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇടാം. അതൊന്ന് വാടട്ടെ. പിന്നെ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ആ പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ആ എണ്ണയിൽ കിടന്നൊന്ന് നല്ലതുപോലെ വറുത്തെടുത്താലോ. ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഏകദേശമൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ചുള പുളിയും ഒരു ശക്കലം തേങ്ങയും കൂടി വടി അരച്ച് അതിലേക്ക് ചേർക്കാനാണ്. ഇനി നമുക്ക് ജോലിയിലേക്ക് ഒഴിക്കാം. കട്ട കെട്ടാതെ ചകലത്തിൽ ഒഴിച്ച് നല്ല ഇതായിട്ട് റെഡിയാക്കി എടുക്കണം.
ഇനി നമുക്ക് മീനും കൂടി അതിലേക്ക് അങ്ങ് ഇടാം. എന്നിട്ട് എല്ലാം നല്ല റെഡിയായിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് അടച്ചിടാം. കണ്ടോ? ഇനി നമുക്ക് അടച്ചിട്ടാലോ. ഇനി ഒരു 3-4 കഷ്ണം വറുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതേ കണ്ടോ? അതിനി വറുക്കാനായിട്ട് അരപ്പ് വരുത്തി വയ്ക്കണം. ഓട്സ് കാച്ചാന്ന് വിചാരിച്ചു. ഈ കണ്ടോ നല്ല ഓട്സ്. പനി അടിച്ച് ജലദോഷവും ചുമയും പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇത്തിരി കുളിച്ച് എൻ്റെ ഉച്ചക്കലത്തെ ഇതാണ്. മണി 3:30-4 മണിയായി. ഞാൻ രാവിലെ ഇന്ന് ഗുളിക കഴിക്കാൻ വേണ്ടി 2 ദോശ കഴിച്ചു. ഞാനൊന്ന് കുളിച്ച് നോക്കിയതാണ്, പക്ഷേ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉച്ചക്കലത്തെ ഗുളിക കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാതെ നമുക്ക് ഗുളിക കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത്തിരി ഓട്സ്. എനിക്ക് ചോറ് കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. വൈകിട്ടിന് എന്തെങ്കിലും ഗോതമ്പ് ഉണ്ടാക്കി കഴിക്കാം. ഗോതമ്പ് ബ്രെഡാണ് മേടിച്ചുകൊണ്ട് വന്ന്. ഗോതമ്പ് ബ്രെഡാ ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പോൾ ഇതേ കുളിച്ച് വന്നിരിക്കുകയാണ്. കുളിച്ചിട്ട് വന്ന് ഞാൻ ഓട്സ് കാച്ചുകയാണ്. അപ്പം നമുക്ക് ദൈവമേ ഒന്നും വരല്ലേ. ഇന്നലെ വൈകിട്ടും ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇന്നലെയും പോയൊരു ഇഞ്ചക്ഷൻ എടുത്തു. മറ്റേ ആവിയൊക്കെ പിടിച്ചു. ഓക്സിജൻ്റെ കൂടെ കൊടുത്തുള്ള ആവിയൊക്കെ പിടിച്ചു. നാട് മൊത്തത്തിൽ പനിയാണ്, പല ജാതി പനിയാണ്. ഞാൻ ആദ്യമേ തന്നെ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പേ വിക്ടോറിയയിലും ഡോളോയൊക്കെ മേടിച്ച് വെച്ചിരുന്നു. അതൊക്കെ കഴിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല. എൻ്റെ മോള് കൊച്ചിനെ വിളിക്കാനായിട്ട് നേരത്തെ അങ്ങ് അക്കരെ പോയായിരുന്നു. മോൻ്റെ വീട്ടിൽ പോയായിരുന്നു. അവരങ്ങായിരുന്നല്ലോ. അപ്പം 2 ദിവസം അയോളിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അവളങ്ങ് അക്കരെ പോയായിരുന്നു. പോയിട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ടേ വരുവോളൂ എന്ന് പറഞ്ഞു. ഇപ്പം മോനെ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഇന്നലെ 2 മുട്ട അവിച്ച് തിന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈകിട്ടും മുട്ട ഇരിപ്പുണ്ട്. ഓട്സ് ഞാൻ ഇത്തിക്കൂടെ മോനൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കാച്ചിയത്. ഉപ്പിട്ട് കാച്ചുന്നതുകൊണ്ട് മോൻ കുടിക്കില്ല. അതാണ് ഇന്നലെ ഞാൻ ഉപ്പിട്ട് കാച്ചിട്ട് പഞ്ചാര ഇട്ട് കൊടുത്തിട്ട് മോൻ കുടിച്ചില്ല. അപ്പം മോന് നോക്കുവാണെങ്കിൽ മോൾ കുടിക്കട്ടെ. അതാണ് ഞാൻ സാധനം കൂടെ കാച്ചിയത്. എനിക്ക് ഇത്തിരി പോലും ഞാൻ 2 സ്പൂണേ ഇടുള്ളൂ. ഇനിയിപ്പോൾ ഇത്തിരി കൂടെ ഇട്ട് കാച്ചിയതാണ്. വേവണം. ഓട്സായാലും ഇത്തിരി കൂടെ വേവണം. എൻ്റെ കുട്ടൂസ് മോൻ സ്കൂളിൽ പോയിട്ട് വന്നു. വീഡിയോസ് ഒന്നും കാണാത്തത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പം ഓട്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കുട്ടൂസ് മോന് ഓട്സ് വേണോ? എന്ത് മോനിത്തി പഞ്ചസാര ഇട്ട് തരും. മോനും കൂടെയാണ് മാമ കാച്ചിയത്. അങ്ങനെ ഉണ്ടായിരുന്നു. വണ്ടി നേരത്തെ വന്നാക്കളെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര തണുപ്പും അതിനോടൊപ്പം ചുമയും തൊണ്ട കിച്ചുമാണ്. ശ്വാസം മുട്ടുമുണ്ട്. നല്ല തണുപ്പാണ്. അപ്പം നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം.
അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.